അയ്യോ, ഈ നേരാവുമ്പോഴേക്കും വയറ് നിറയെ ഭക്ഷണം കഴിച്ച് 2-3 തവണ കോഫിയും കുടിച്ചു തീരേണ്ട സമയമായി. എന്നിട്ടിപ്പോ ഇത്രയും നേരായിട്ടും പച്ച വെള്ളം പോലും തൊട്ടിട്ടില്ല. ഇനി എന്നെ കൊണ്ട് വയ്യ. വയറ്റിലേക്ക് എന്തെങ്കിലും ഒന്ന് ചെന്നില്ലെങ്കിൽ ഞാൻ ചിലപ്പോ തല കറങ്ങി വീഴും. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമെന്ന് നേരത്തെ ഊഹിച്ചു വെച്ച് ഇതെന്തായാലും ഇവിടെ ഒളിപ്പിച്ചു വെച്ചത് നന്നായി. പെട്ടെന്ന് നിന്ന നിപ്പീന്ന് ഇവളിതെങ്ങോട്ടാ മാഞ്ഞുപോയേ? ചേച്ചി, നിഹാരികയുടെ റൂം അതല്ലേ? അകത്തുണ്ടാവും, നോക്കിയാലോ? നോക്കാം വാ. നിഹാരിക, നിങ്ങളിത് കണ്ടല്ലേ? പൂച്ച കണ്ണടച്ചോണ്ട് പാല് കുടിച്ച വേറെ ആരും കാണില്ലെന്നാണോ വിചാരം? ശ്രീകറിന് വേണ്ടി ഉപവാസമല്ല, വനവാസത്തിന് വേണമെങ്കിലും പോവാമെന്ന് അവിടെ വെച്ച് പറഞ്ഞിട്ട് ഇവിടെ റൂമിൽ വന്ന് കള്ളിയെ പോലെ കേക്ക് കഴിക്കുന്ന എന്താ? നീ ആള് കൊള്ളാവല്ലോ. വിശപ്പ് സഹിക്കാൻ കഴിയാഞ്ഞിട്ടാ ചേച്ചി, അതുകൊണ്ട് ലൈറ്റായിട്ട് വല്ലതും കഴിക്കാൻ വേണ്ടി വന്നത്. 1 കിലോയുടെ കേക്കായി ഇരിക്കുന്നെ, ലൈറ്റായിട്ട് കഴിക്കാൻ വെച്ചതാണോ? ഇങ്ങനത്തെ വട്ടുകളിലൊക്കെ വിശ്വാസം ഇല്ലെങ്കിൽ പോലും ഉപവാസത്തിന് ഞാൻ എന്തുകൊണ്ട് കമ്മിറ്റ് ആയതിന്റെ പോയിന്റ് നമ്പർ 1, ശ്രീകരേട്ടൻ ഒരിക്കലും എന്റെ കൈവിട്ട് പോകരുത്. പോയിന്റ് നമ്പർ 2, അവിടെ ആ ആവനി ശരിക്കും പൊട്ടി പൊട്ടി കരയണം. അതുകൊണ്ടാ ഉപവാസം എന്നൊക്കെ ബിൽഡപ്പ് കൊടുത്തത്. അല്ലാതെ പിന്നെ എനിക്കിതിനൊക്കെ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ദയവ് ചെയ്ത് ഈ കാര്യമൊന്നും ആരോടും പറയരുത് പ്ലീസ്. ശരി ശരി, പറയില്ല. താങ്ക്സ് ചേച്ചി. താങ്ക് യു വസന്ത ചേച്ചി. ആവനി ഞങ്ങളുടെ വീട്ടിൽ കാലുകുത്തിയതിന് ശേഷം അവളില്ലാതെ നടത്തുന്ന ആദ്യത്തെ ഫംഗ്ഷനായത്. നീ ഇവിടെ സന്തോഷിച്ചിരിക്കുന്നുണ്ടെങ്കിലും എന്റെ കെട്ടിയോൻ പറഞ്ഞ പോലെ ആവനി അവിടെ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ടാവും. ഇനി അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വസന്ത ചേച്ചി? ആ ആവനിയെ അത്ര അങ്ങ് ചെറുതായി കാണാൻ പാടില്ല നിഹാരിക. തല കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു വഴി അവള് നോക്കുന്നുണ്ടാവും. ഏത് സൈഡിൽ നിന്ന് അവൾ എങ്ങനെ പ്രത്യക്ഷപ്പെടുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. അവളെയൊക്കെ ഇല്ലാടിയാ, കാറ്റായിട്ടായാലും വരും. ആവനി വരാത്തത് കൊണ്ട് ഞാൻ വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. എന്റെ മൂഡ് വെറുതെ സ്പോയിൽ ചെയ്യല്ലേ വസന്ത ചേച്ചി. നിഹാരിക, മോളെ നിഹാരിക. ആ അമ്മേ, ദാ വരുന്നു. നിങ്ങളുടെ അമ്മ എന്നെ കൊല്ലൂന്ന് തോന്നുന്നു. ഞങ്ങളുടെ കല്യാണം ഒന്ന് കഴിഞ്ഞു കിട്ടട്ടെ, അപ്പൊ കാണിച്ചു കൊടുക്കാം. വിളിച്ചത് എന്തിനാന്ന് പോയി നോക്ക്. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ കേക്ക് എടുത്ത് കഴിച്ചോ, ഒരു മടിയും കാണിക്കണ്ട. ഞങ്ങള് നിന്നെ പോലൊന്നും അല്ല. വാക്ക് പറഞ്ഞ അത് വാക്കാ, ഞങ്ങൾക്കൊന്നും വേണ്ട. അതെ അതെ, വേണ്ടേ വേണ്ട. എന്റെ അടുത്ത് വെറുതെ ഓവർ ആക്കുന്നത് എന്തിനാ വസന്ത ചേച്ചി? രാത്രി 9 മണി കഴിയുന്നത് വരെ ഉപവാസം ഇരിക്കാൻ ശരിക്കും ബുദ്ധിമുട്ടാ. കേക്ക് സ്പെഷ്യൽ ആയിട്ട് ഓർഡർ ചെയ്ത് കൊണ്ടുവന്നത്, നല്ല ടേസ്റ്റ് ഇതിന്. ആരും കാണാതെ ഇതെടുത്ത് കഴിക്കാൻ നോക്ക്. നിനക്ക് ഉറപ്പാണോടി? കഴിച്ചോ? ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, നിങ്ങൾ പെട്ടെന്ന് കഴിച്ചിട്ട് വേഗം വാ.
ഇത്ര ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നിട്ടും എനിക്ക് ഫോൺ ചെയ്തല്ലോ. എന്റെ ശരീരം മാത്രമേ ഇവിടെയുള്ളൂ, മനസ്സ് മുഴുവനും തന്റെ അടുത്ത്. ഇവിടെ എന്റെ അവസ്ഥയും അങ്ങനെയൊക്കെ തന്നെയാണ് ഏട്ടാ. താനെന്താ ചെയ്യുന്നേ? എന്തോന്ന് ചോദിക്കാൻ വേണ്ടി ചോദിച്ചല്ലേ? ആ ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഈ ദിവസം ഭാര്യ ഭർത്താവിന്റെ അടുത്തുണ്ടാവണം. എന്റെ ഭർത്താവ് പക്ഷേ മറ്റൊരു പെൺകുട്ടിയുടെ വീട്ടിലാ. സംഭവിക്കാൻ പോകുന്നത് തടയാൻ പറ്റാത്ത നിസ്സഹായ അവസ്ഥയില. ആഗ്രഹിക്കുന്നത് നടക്കാത്തതിന്റെ നിരാശയിലാ ഞാൻ. ഇന്നേ ദിവസം തന്റെ ഭർത്താവ് അടുത്തില്ലാത്ത ഓരോ പെൺകുട്ടിയും എത്ര വേദന സഹിക്കുന്നുണ്ടാവോ, അതേ വേദന ഞാനിവിടെ അനുഭവിക്കുന്നുണ്ട്. എല്ലാവരും വലിയ സന്തോഷത്തിലാടോ. എനിക്കതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. താനവിടെ ഒറ്റയ്ക്കിരുന്ന് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ആലോചിച്ചു കൂട്ടി ഒരുപാട് വേദനിക്കുന്നുണ്ടാവുമല്ലേ? എല്ലാം അറിഞ്ഞിട്ടും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക്. നോക്കേട്ടാ, ഭർത്താവിന് ഭാര്യ അവന്റെ പാതിയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഭാര്യയ്ക്ക് പക്ഷേ ഭർത്താവാണ് സർവസ്വം. ആണുങ്ങൾക്ക് എത്രയോ സന്തോഷങ്ങളുണ്ട്, പെണ്ണുങ്ങൾക്ക് പക്ഷേ എല്ലാ സന്തോഷവും ഭർത്താവാ. എന്നിട്ടിപ്പോ ഈ നിമിഷം നിങ്ങളവിടെ, ഞാനിവിടെ. എന്റെ വിധി എന്താ ഇങ്ങനെ? എനിക്ക് ഈ അവസ്ഥയില് തന്റെ അടുത്തേക്ക് വരാൻ പറ്റില്ലടോ. തനിക്ക് എങ്ങനെയെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നൂടെ? വരണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? എന്തിനാ വന്നതെന്ന് ചോദിച്ചാ പറയാൻ വേണ്ടി ഒരു കാരണം കൂടി വേണ്ടേ? അവരുടെ ചോദ്യങ്ങൾക്ക് എന്റെ അടുത്തൊരു ഉത്തരവില്ലെങ്കിൽ അപമാനമാവില്ലേ? സന്തോഷം അവിടെ ഉണ്ടാവില്ല. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ ചേട്ടാ? ഇന്ന് രാത്രി 9 മണിക്ക് നിഹാരിക എന്നെ ജല്ലടിയിലൂടെ നോക്കാനുള്ള മുഹൂർത്തം കുറിച്ചു വെച്ചിരിക്കുക. ആ സന്ദർഭത്തിന് വേണ്ടി നിഹാരിക പഠിച്ച പണിയെല്ലാം നോക്കുന്നുണ്ട്. സമയം പതിയെ പതിയെ മുന്നോട്ട് പോകുമ്പോ എന്റെ നെഞ്ച് പിടയ്ക്കുവാടോ. കുറച്ചു നേരം കഴിഞ്ഞ് പൂജകളൊക്കെ തുടങ്ങും. താനിവിടെ ഇല്ലാതെ ആ പൂജയുടെ ഭാഗമാകുന്നത് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ശ്രീകർ, മോനെ ശ്രീകർ. ദാ വരുന്നു അമ്മേ. അവനി അമ്മ വിളിക്കുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാട്ടോ. ശരിയേട്ടാ. എനിക്കിഷ്ടമില്ലെങ്കിൽ പോലും ചിലതൊന്നും അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ലടോ. പ്ലീസ് ദയവേത് താൻ എന്നോട് ക്ഷമിക്കേ. മറ്റൊരു വഴിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനായിട്ടാ? ചെല്ലേട്ടാ. ഐ എം സോറി. ഒരു ചെറിയ കാരണം കിട്ടിയാ എനിക്ക് അങ്ങോട്ട് പോകായിരുന്നു. പോകാം, പക്ഷെ ഒരു കാരണവും ഇപ്പൊ കാണുന്നില്ലല്ലോ. പെണ്ണും പെണ്ണും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ആകാശത്തിന് വരെ തുള വീഴുന്ന പൂർവികര് പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ള പെണ്ണുങ്ങളുടെ കാര്യം വിട്ടേക്ക്, നമ്മുടെ കുടുംബത്തുള്ള പെണ്ണുങ്ങളുടെ കാര്യത്തിൽ ഇത് വളരെ കറക്റ്റാ. അളിയ, നമുക്ക് വേണ്ടി ഉപവാസം ഇരിക്കുക. ഇങ്ങനൊരു ദിവസം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതേ അല്ല. രണ്ടുപേരും കൂടി ഇപ്പൊ എവിടെയാണോ ആവോ. എടി നിന്റെയൊക്കെ വയറിനകത്ത് എന്താടി? നിങ്ങൾ എന്തായി കാണിക്കുന്നേ? എന്താ കണ്ണ് കാണുന്നില്ലേ? കേക്ക് കഴിച്ചോണ്ടിരിക്കുക. അവിടെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ പറഞ്ഞതെന്താ? ഇപ്പൊ ഈ ചെയ്തോണ്ടിരിക്കുന്നത് എന്താ? എന്തൊക്കെ ആഗ്രഹിക്കും എല്ലാം അങ്ങോട്ട് നടക്കുവേട്ടാ. സീരിയസ് ആയിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് നീ ഉപവാസം ഇരിക്കൂന്ന് ഇത്രത്തോളം ഒരു ആഗ്രഹം മനസ്സിൽ തോന്നിപ്പോയി. ഞങ്ങളുടെ കണ്ണ് തുറപ്പിച്ചല്ലോ. വേണമെങ്കിലേ നിങ്ങളും കുറച്ചിരുന്ന് കഴിച്ചോ. അതല്ലാതെ എല്ലാരെയും അറിയിക്കുന്ന പോലെ ഒച്ച ഉണ്ടാക്കല്ലേ. നായ്ക്കൾ എല്ലിന്റെ പൊടി നക്കി എടുക്കുന്നത് പോലെ എല്ലാം വടിച്ചെടുത്തില്ലേ? ഇനി എന്തെടുത്ത് തിന്നാനാ? നിങ്ങളിങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചാലേ ദോഷം ഭർത്താവിനാണെന്നാ പറയാറ്. ഞങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് പോകും. ആ കാര്യം അറിയോ നിങ്ങൾക്ക്? ആ, ഉണ്ടായിട്ടും വലിയ ഉപയോഗമൊന്നുമില്ലല്ലോ. കണ്ടില്ലേ അളിയ, നിന്റെ ചേച്ചി ഇപ്പൊ പറഞ്ഞത് കേട്ടില്ലേ? ചേച്ചി അങ്ങനെ പറഞ്ഞെങ്കിലും എന്റെ ലാവണ്യ അങ്ങനെ പറയില്ല അളിയ. അല്ലേ ലാവണ്യ? എനിക്കും വലിയ ഉപയോഗമൊന്നുമില്ല. ഭർത്താക്കന്മാരെ കൺകണ്ട ദൈവമായിട്ട് പൂജിക്കുന്ന ഈ കാലഘട്ടത്തില് നമ്മളെ പോലുള്ള പുരുഷന്മാർക്ക് യാതൊരു വിലയില്ലാത്ത പണിയായി കാണിക്കുന്നത്. എന്ത് ചെയ്യാനാ അളിയ? കലികാലം.
നമ്മുടെയൊക്കെ ഭാര്യയേക്കാൾ നിഹാരികയാണ് നല്ലത്. അവള് പറഞ്ഞ വാക്കൊക്കെ പാലിക്കുന്നുണ്ട്. നിഹാരികയെ കണ്ട് പഠിക്കാൻ നോക്ക്. അളിയ, ആ പറഞ്ഞത് സത്യം. എങ്ങനെയെങ്കിലും ഒരു ദിവസം ഉപവാസം ഇരിക്കാമെന്ന് അവള് തീരുമാനിച്ചില്ലേ? പുകഴ്ത്തണം. നിഹാരികയെ തന്നെ പുകഴ്ത്തണം. ഏ നിഹാരിക ആദ്യം കഴിച്ചിട്ട് പോയി. ഉള്ളതാണോ? ഉള്ളതാ. അവള് കഴിച്ചിട്ട് ബാക്കിയുള്ളതാ ഞങ്ങള് കഴിക്കുന്നത്. പൂജയുടെ കാര്യമൊന്നും ആലോചിക്കണ്ട. കഴിച്ചിട്ട് അങ്ങോട്ട് വരാൻ നോക്കാൻ എൻകറേജ് ചെയ്തിട്ടാ പോയത്. ഈ നിഹാരികയുടെ അടുത്തുനിന്ന് കുറച്ച് കാര്യങ്ങളോട് നമ്മളിനി പഠിക്കാനുണ്ട്. ലാവണ്യ, വസന്ത, വരുന്നമ്മേ. വേഗം നടക്ക്. ആദ്യം മോന്തൊക്കെ ഒന്ന് തുടക്കേ, അല്ലെങ്കിൽ അമ്മ പിടിക്കൂടി. നടക്കളിയ. വസന്ത വരുന്നുണ്ടോ? എന്താ അമ്മേ? എല്ലാവരും ഇവിടെ നിൽക്കുമ്പോ നിങ്ങൾ എന്താ അവിടെ അകത്ത് ചെയ്യുന്നേ? വീടൊക്കെ ഒന്ന് നോക്കുമായിരുന്നു. നിങ്ങൾ എവിടെയായിരുന്നു? ഞങ്ങള് ചില അത്ഭുതങ്ങൾ കാണുമായിരുന്നു. എന്താ? അത് തന്നെ, ഞങ്ങള് ഈ വീടൊക്കെ ഇങ്ങനെ നോക്കി കാണുമായിരുന്നു. നൈസ് ഹൗസ്. അല്ലേ അളിയ? അതെ അളിയ. ചടങ്ങിന് വന്നതാ. എല്ലാരും ഒരിടത്തുണ്ടെങ്കിൽ നന്നാകും. നിക്കാച്ചാ. അതല്ല, ഇപ്പൊ എന്തിനാ വിളിച്ചതമ്മേ? ഗൗതമി നേരത്തെ പറഞ്ഞത് നന്നായി ഓർമ്മ വേണമെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വിളിച്ചതാ. ഈ ചടങ്ങുകളൊക്കെ എല്ലാവരും നല്ല നിഷ്ഠയോടെ ചെയ്ത് കഠിനമായി ഉപവാസം ഇരിക്കണം. ഓരോ മണിക്കൂറിലും എന്തെങ്കിലും എടുത്ത് കഴിക്കുന്ന ശീലമുള്ള നിങ്ങള് അബദ്ധത്തിലും മറന്നുപോയി ഒന്നും എടുത്ത് കഴിച്ചേക്കരുത്. ശരിയമ്മേ. എന്തു പറ്റി? ഏമ്പക്കം വന്നതാ അമ്മേ. പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ലല്ലോ, പിന്നെ ഏമ്പൊക്കെ എങ്ങനെ വരാനാ? വസന്തക്ക് ഈ അടുത്ത് കഴിക്കുന്നൊന്നും വയറ്റിൽ അങ്ങ് ദഹിക്കുന്നില്ല അമ്മച്ചി. രാത്രി കഴിച്ചത് ഇപ്പൊ ദഹിച്ചങ്ങ് വരുന്നതേ ഉള്ളൂ. അല്ലേ വസന്ത? അതെ ഏട്ടാ. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ലാവണ്യെ ഏമ്പക്കം വിടും. ലാവണ്യക്കും ദഹിക്കുന്നില്ലേ? ഇപ്പൊ ഇവള് ചെറിയ കുട്ടികളെ പോലെ രാത്രിയിൽ ഇരുന്ന് കേക്ക് കഴിക്കുന്നുണ്ട്, ദഹിക്കുന്നില്ല. ആണോ? വട്ടി പിടിച്ചതുപോലെ എല്ലാവരും ഇങ്ങനെ സംസാരിക്കുന്ന എന്താടാ? അരുതാത്തത് വല്ലതും കണ്ടു കഴിഞ്ഞാ ഇങ്ങനെയൊക്കെ ആയിരിക്കും അച്ഛാ. അളിയാ, സംസാരിച്ചങ്ങ് കൊടുത്തല്ലേ. ദാ നോക്ക്, നമ്മൾ അബദ്ധത്തിൽ പോലും ഒന്നും കഴിക്കാതെ വളരെ ശ്രദ്ധയോടെ വേണം നിൽക്കാൻ. അമ്മ എന്നെയും വിളിച്ച് ഇതാ ചോദിച്ചത്. ഭർത്താവിന് വേണ്ടി ഭാര്യ ചെയ്യുന്ന പൂജകളെ അത്ര തമാശയായിട്ട് ഞാൻ എടുക്കാറില്ല അമ്മയെന്ന് ഞാൻ പറഞ്ഞു. എന്റെ നിഹാരിക ഒരു വാക്ക് പറഞ്ഞ അത് വാക്കാ. അതെ 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 അതെ. നിഹാരികയെ കണ്ടു വേണം പഠിക്കാൻ. അതൊക്കെ അവര് നന്നായിട്ട് പഠിക്കുന്നുണ്ട്. നിഹാരിക ഞങ്ങളുടെ ഭാര്യമാരെ അകത്തേക്ക് കൊണ്ടുപോയി. ഇതൊക്കെയല്ലേ പറഞ്ഞു കൊടുത്തത്. അതെ, നിഹാരിക പറയുന്നത് പോലെയാ ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. അതെ അമ്മേ, ഇവിടെ എന്ത് സംഭവിച്ചാലും ക്രെഡിറ്റ് ഒക്കെ നിഹാരികയ്ക്കാ. എന്റെ കുട്ടി എത്ര നല്ല കുട്ടിയാ. അതിനേക്കാൾ വലിയ വലിയ പേരെടുത്ത് വിളിച്ചാലും നിഹാരികയ്ക്ക് അത് സൂട്ടായിരിക്കും. നീ ഇതെന്താ ഒന്നും പറയാത്തതളിയാ? കേറി വന്നപ്പോ തൊട്ട് കാണുവാ, തലയിൽ തേങ്ങ വീണിട്ട് നിൽക്കുന്ന പോലെ ഒരു നിപ്പ്. നിങ്ങളെല്ലാരും സംസാരിച്ചോണ്ടിരിക്കല്ലേ അളിയ? എല്ലാവരും ഇവിടെ ഉള്ളപ്പോ അവനുള്ളത് വേറെ എവിടെയോ. ശരി ശരി, ഒന്ന് നിർത്തിക്കേ. പെട്ടെന്ന് തന്നെ നമുക്ക് പൂജകൾ തുടങ്ങാം. എല്ലാവരും ഇവിടെ അടുത്തൊക്കെ തന്നെ വേണം. ശരി. സമയം എടുത്തോണ്ടിരിക്കുകയാണ്. ചടങ്ങിന് ഞാൻ എന്റെ ഭർത്താവിന്റെ അടുത്തുണ്ടാവില്ലായിരിക്കും.
ഒന്നാമത് വയറ്റിലേക്ക് കുറച്ച് കൂൾ ഡ്രിങ്ക്സ് എങ്കിലും എത്തിക്കണം. ഓ ശ്രീകരേട്ടന്റെ ഫോണാണല്ലോ റിങ് ചെയ്യുന്നത്. ആരായിരിക്കും വിളിക്കുന്നത്? ഇനി ആവനെ എങ്ങാനായിരിക്കോ? ആവനെയാണെങ്കിൽ ഇന്ന് അവളെ ഒരു പാഠം പഠിപ്പിക്കണം. ആരാ? ഓഫീസിൽ നിന്ന്. ആണോ? അതാ ആവനിയായിരിക്കുന്ന ഞാൻ കരുതിയത്. ആവനി ആയിരുന്നെങ്കിൽ എന്റെ ഭർത്താവിനെ വിളിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ച് മലയാളത്തിലുള്ള സകല തെറി ഞാൻ വിളിച്ചേനെ. എല്ലാവരുടെ ഇടയിലായതുകൊണ്ട് എടുക്കാത്തതാണെന്ന് തോന്നുന്നു. എന്ത് ചെയ്യും? അല്ലേലും ആവനിക്ക് ഫോൺ ചെയ്ത് വിഷമിക്കാനും കരയാനും അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റൂ ഏട്ടാ? പെട്ടെന്നെടുത്ത് സംസാരിച്ചിട്ട് അങ്ങോട്ടേക്ക് വാ. അവനെ ഞാൻ ഈ വിളിച്ചതാരെങ്കിലും കണ്ടോ ഏട്ടാ? ഇല്ലടോ. ഞാനിവിടെ ആകെ പേടിച്ചിരിക്കുകയായിരുന്നു. അവനെ ഐ മിസ് യു സോ മച്ച്. ഞാൻ തന്നത് താൻ വാങ്ങിയല്ലോ, അപ്പോ എനിക്ക് തിരിച്ചില്ലേ? ഉമ്മയൊക്കെ ഞാൻ പിന്നെ വന്ന് തന്നോളാം. ആദ്യം ഞാനൊരു കാര്യം പറയട്ടെ. അവിടെ പൂജയൊക്കെ തുടങ്ങിയോ? ആയിട്ടില്ല, ഉടനെ തുടങ്ങുമെന്നാ പറഞ്ഞേ. ഈശ്വര, എന്തു പറ്റി? ഒരു മിനിറ്റ് നിക്കേട്ടാ. താനെന്താ ചെയ്യുന്നേ? നിക്കേട്ടാ. കർവാജ്യോതിയില് ആദ്യം ഭാര്യമാര് ഭർത്താക്കന്മാരെ ദീപം തെളിയിച്ച് ആരതി ഒഴിയും. അവിടുത്തെ പൂജകൾ തുടങ്ങിക്കഴിഞ്ഞാ എനിക്ക് പിന്നെ അവസരം കിട്ടില്ല. അതുകൊണ്ട് നിഹാരിക്കേക്കാൾ മുമ്പ് ഇത് ചെയ്യുന്നത് ഞാനായിരിക്കണം. നിങ്ങൾ അങ്ങനെ തന്നെ നിക്കേട്ടാ. നിങ്ങൾ എന്റെ മുന്നിലുണ്ടായിരുന്നെങ്കിൽ എനിക്ക് നിങ്ങളുടെ ആശീർവാദം വാങ്ങായിരുന്നു. താൻ കാണിച്ച സ്നേഹം കാരണം എന്റെ മനസ്സിലുണ്ടായ സന്തോഷമാണ് തനിക്ക് എന്റെ ആശീർവാദം. തന്നെ പോലെ ഒരു ഭാര്യയും ഭർത്താവിന് വേണ്ടി ഇത്രയൊന്നും ചെയ്തു കാണില്ല. ഐ ആം സോ ലക്കി അവനി. ഇപ്പൊ എന്റെ മനസ്സിനൊരു സമാധാനമുണ്ട്. നിങ്ങളുമായിട്ട് ആദ്യം പൂജ തുടങ്ങി വെച്ചത് ഞാനായതുകൊണ്ട് ഇനി ഞാൻ നിഹാരിക്ക് എന്തൊക്കെ ചെയ്താലും ഇതിനോളം വരില്ലാതെ. താൻ ഇങ്ങോട്ടേക്ക് വന്ന് നിഹാരികയ്ക്ക് മുൻപ് ജല്ലടിയിലൂടെ എന്നെ നോക്കിയ അതെനിക്ക് ഏറ്റവും സന്തോഷമാവിടും. അതിനുള്ള ഭാഗ്യം ഉണ്ടാവോന്ന് അറിയില്ല. ആ ഭാഗ്യം ഇല്ലെങ്കിൽ ഞാൻ ഇതുകൊണ്ട് തൃപ്തിപ്പെട്ടോളേട്ടാ. എനിക്കെന്തോ താൻ വരുമെന്ന് എന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാ ദൈവത്തിന്റെ കയ്യിൽ. ശ്രീകരേട്ടാ, ശ്രീകരേട്ടാ. നിഹാരിക വരുന്നുണ്ടെന്ന് തോന്നുന്നു. ബൈ. ബൈ ഏട്ടാ.